അതിനാണ് ഇപ്പൊ പെൺകുട്ടിയൊക്കെ ആവില്ല, ആരും അനുസരിക്കാനൊന്നുമില്ല, ലിബറലാണ്, സ്വാതന്ത്ര്യമല്ല. ഒരു പെണ്ണ് 5 നേരം നിസ്കരിച്ചാൽ, സ്വാമത്ത് ഷഹറ, റമദാൻ മാസം നോമ്പൊക്കെ നോറ്റു, വാസനത്ത് ഫർജഹ, ചാരിത്ര്യ ശുദ്ധി കാത്ത് സൂക്ഷിക്കുകയും ചെയ്തു, വാത്വാഴത്ത് ബയലഹ, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ സ്വർഗത്തിന്റെ ഉദ്ദേശിച്ച കവാടത്തിലൂടെ സ്വർഗത്തേക്ക് പോവാ. നിസ്കരിച്ചാൽ പോരാ, നോമ്പോറ്റാലും പോരാ, ചാരിത്ര്യ ശുദ്ധി കാത്താലും പോരാ, ഭർത്താവിനെ അനുസരിക്കണം. അതിനാണ് ഇപ്പൊ പെൺകുട്ടിയൊക്കെ ആവില്ല, ആരും അനുസരിക്കാനൊന്നുമില്ല, ലിബറലാണ്, സ്വാതന്ത്ര്യമല്ല അല്ലേ, അതിനൊന്നും ആവില്ല എന്നുള്ളതാണ് പെൺകുട്ടികൾ പറയുന്നത്. അത് വിട്ടിത്താണ് അവരാ പറയുന്നത്. അങ്ങനെ കല്യാണം കഴിക്കാതെ അങ്ങനെ പോയിട്ട് എന്താ ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പൊ യൂറോപ്പൊക്കെ അപ്പൊ അനുഭവിക്കണമെന്നാണ് കേട്ടത്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഏറ്റവും പൂർണ്ണനായ മുഅ്മിന് അഹ്സനുഹു ഖുലുഖൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. വഖിയാറുക്കും ഖിയാറുക്കുല്ലി നിസായി, നിങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ ഭാര്യമാരോട് ഏറ്റവും നീറ്റായി പെരുമാറുന്ന ആളുകളാണ്. അങ്ങനെ ഭർത്താവ് നല്ലൊരു സ്നേഹം ഭാര്യക്ക് കൊടുത്തു, ഭാര്യ ഭർത്താവിനെ അനുസരിച്ചു, അങ്ങനെ ജീവിക്കുന്ന ഒരു ദീനീ കുടുംബത്തിലുള്ള സമാധാനവും സന്തോഷമൊന്നും എവിടെ ഉണ്ടാവില്ല. ശരിക്കും നമ്മളെ വീട്ടിലൊക്കെ ശരിക്ക് രാജ്ഞി, ഭരണാധികാരി ഭാര്യ തന്നെയാണ്. ഭർത്താവിനെ അങ്ങനെ നല്ലതൊക്കെ പറഞ്ഞ് സ്വാധീനിച്ചല്ല ഓൾ ഉദ്ദേശ കാര്യങ്ങളൊക്കെ നടപ്പാക്കും. ഭർത്താവ് ചെയ്തൊടുക്കുകയും ചെയ്യും. അല്ലാതെ ഓളിങ്ങനെ അടിച്ചമർത്തപ്പെട്ടവളായിട്ടല്ല മോമിനിങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു പട്ടാള ചിട്ടിയിൽ ഇങ്ങനെ മുണ്ടാൻ പാടില്ല, ഞാൻ ഇവിടെ ആരാന്നറിയോ, ഞാൻ വന്നാൽ അങ്ങനെ വേണം, അങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊന്നുമല്ല.